നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, എല്ലാം സേഫ് അല്ലേ? നിലവിൽ കുഴപ്പമൊന്നുമില്ല. തുടർന്ന് ഒരു കുഴപ്പവും ഇല്ല. നീയായിട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഓ, അത് ശരി. ഇപ്പൊ അങ്ങനെ ആയോ? എന്റെ പൊന്ന് നാഗു, നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു മുന്നറിയിപ്പ് തന്നതാ. ഇവിടെയുള്ള അവളുമാരൊക്കെ നീ വിചാരിക്കുന്ന പോലല്ല, ആറ്റം ബോംബുകളാ. സൂക്ഷിക്കണം. എന്താ വേണ്ടതെന്ന് സമയാസമയം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതുവരെ നീ വെറും നർത്തകി മാത്രം. പാവം പാവം നാട്യഭൂഷണം നാഗവല്ലി. പിന്നെ നിന്നെ ഏർപ്പാടാക്കി തന്ന തെണ്ടി കരിമ്പായ പോലും അറിയരുത് നമ്മൾ തമ്മിലുള്ള രഹസ്യധാരണ. അറിയാവല്ലോ, ഒന്നും രണ്ടും അല്ല, 1500 കോടിയുടെ ഇടപാടാ. ഇനിയുള്ള നമ്മുടെ ഓരോ ചലനങ്ങളും അത്ര ജാഗ്രതയോടെ ആവണം. ചത്തവന് പോലും സംശയം തോന്നരുത് അവൻ ചത്തുന്ന്. ഓരോ ദിവസവും ഓരോരുത്തരായി. 6 ചത്തും മലർന്നങ്ങനെ കിടക്കണം. ആഹാ, ആ കാഴ്ച കാണാൻ തന്നെ എന്തൊരു രസമാ. എല്ലാം നിന്റെ കയ്യിലാ, മറക്കണ്ട. ഇല്ല, മറക്കില്ല. ഹലോ ഹലോ, പേടിക്കണ്ട, ഞാനാ. സാർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നല്ലേ? അതെ. നന്നായി. ഊണിലും ഉറക്കത്തിലും ഉണ്ടാവണം ഈ താളബോധം. ഓ, എങ്കിലും നമുക്ക് ഉയരങ്ങൾ കീഴടക്കാനാവും. ദാ, ഈ ചായ കുടിച്ചിട്ട് മതി ഇനി പ്രാക്ടീസ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശുദ്ധിയും വൃത്തിയും വേണം. സാർ ചായ കുടിച്ചിട്ട് പോയി വേഗം കുളിച്ചിട്ട് വാ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓ, സാറിനെ പഠിപ്പിക്കാൻ എനിക്ക് കൊതിയാവുന്നു. സാറെന്താ നോക്കുന്നേ? വേഗം ചായ കുടിക്കേ. എങ്ങനെയുണ്ട് എന്റെ ചായ? നന്നായിട്ടുണ്ട്. സാറിന്റെ പാകവും കടുപ്പമൊന്നും എനിക്കറിയില്ല. സാരമില്ല, എല്ലാം ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. അല്ല, സാറിന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടേ? എന്തെങ്കിലും മതി. അയ്യോ, അത് പോരാ. ഇന്നു മുതൽ സാറ് ഡയറ്റ് കൺട്രോൾ ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കണം. പ്രോട്ടീൻ ഐറ്റംസ് കൂട്ടണം.
എന്നാലേ ചുവടുകൾക്ക് ശരീരം വഴങ്ങൂ. സാരമില്ല, എല്ലാം ഞാൻ ശരിയാക്കി തരാം. അല്ല, ഈ പറഞ്ഞതൊക്കെ എവിടെ കിട്ടും? എന്ത്? അല്ല, എന്തോ ഈ കാർബണെന്നോ മറ്റോ പറഞ്ഞല്ലോ. അതൊന്നും സാർ അറിയണ്ട. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. നമുക്ക് അരങ്ങേറ്റം ഉടനെ നടത്തണ്ടേ? അയ്യോ, പിന്നെ എന്നാ പോയി വേഗം കുളിച്ച് സുന്ദരനായിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ആ ഒന്ന് നിന്നേ. എന്താ എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. നീ ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാണോ അതോ മറ്റെന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നതാണോ? തൽക്കാലം ഡാൻസ് പഠിപ്പിക്കാനാ വന്നത്. അത് കഴിഞ്ഞ് അതപ്പ ആലോചിക്കാം. അത് പോരല്ലോ. ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കണം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അത് ശരി, സംഘം ചേർന്നുള്ള ആക്രമണമാണല്ലേ? എന്താ നിങ്ങളുടെ ആവശ്യം? നീ ഇനി മേലിൽ ഈ അടുക്കളയിൽ കയറി പോവരുത്. അടുക്കളയിൽ കയറാതെ എങ്ങനെ ആഹാരം ഉണ്ടാക്കുന്നത്? നിങ്ങളൊക്കെ ബെഡ്റൂമിലാണോ അടുപ്പ് കൂട്ടുന്നത്? എടി, തറുതല പറഞ്ഞാലുണ്ടല്ലോ. സി മിസ്സിസ് നന്ദിത, മാനവ മര്യാദയ്ക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ വന്നവളാ ഞാൻ. വെറുതെ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വന്നാലുണ്ടല്ലോ. വന്ന നീ എന്ത് ചെയ്യും? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഭരിക്കുന്നോ? മൈഥിലി, നീ മിണ്ടരുത്. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നാഗവല്ലിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ 2 അടുക്കള വേണ്ട. നീ പട്ടിണി കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഉള്ളവർക്കുള്ള ഭക്ഷണം ആവശ്യത്തിന് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് എന്താന്ന് വെച്ചാൽ വിളമ്പി കഴിക്കാം. വെരി സോറി, അത് മാത്രം നടക്കില്ല. എന്റെ സ്റ്റുഡന്റിന്റെയും ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. അതാ എന്റെ രീതി. ഇതൊക്കെ എഗ്രിമെന്റിൽ ഞാൻ വിശ്വനാഥ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ, പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളോട് ആലോചിക്കാതെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വിശ്വട്ടിനോട് ആര് പറഞ്ഞു? അത് കൊള്ളാം. എന്റെ കാര്യം തീരുമാനിക്കേണ്ടതേ ഞാനല്ലേ? നിങ്ങളുടെ ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാനൊന്നും വന്നില്ലല്ലോ. അതിനാര് ഇടപെടാൻ വന്നു? ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ പുറത്തുനിന്ന് ഒരാൾ കയറാൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞോളൂ. അതിന് നാഗവല്ലി ഇപ്പൊ പുറത്തുനിന്നുള്ള ആളൊന്നും അല്ലല്ലോ. അകത്തുള്ള ആളാ. ഡാൻസ് പഠിപ്പിക്കാൻ വന്നവള് ഡാൻസ് പഠിപ്പിച്ചാ പോരെ? എന്തിനാ വീട്ടുകാരികളിലൊക്കെ ഇടപെടുന്നേ? ഞാൻ പറഞ്ഞിട്ട്